മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് മലപ്പുറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മിസ്റ്റർ മലപ്പുറം ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചങ്ങരംകുളം മാന്തടം സ്വദേശി വിനോദ് തണ്ടിലത്ത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി. +90 കാറ്റഗറിയിലാണ് ചങ്ങരകുളം മാന്തളം സ്വദേശി വിനോദ് തണ്ടിലത്ത് രണ്ടാം സ്ഥാനം നേടിയത്. വളരെ സന്തോഷമുണ്ട്. 2024 തുടക്കത്തിൽ തന്നെ ഇങ്ങനെ മത്സരം, അതിന് ദൈവത്തിന് നന്ദി പറയണു. സെക്കൻഡ് പ്രൈസാണ് കിട്ടിയത്. മാക്സിമം നോക്കി, അവിടെ ഭയങ്കരമായ ടഫായിരുന്നു. പിന്നെ കഴിഞ്ഞ 5 കൊല്ലം മുന്നേ മിസ്റ്റർ പാലക്കാട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനും മാഷിനെയാണ് നമ്മുടെ ഇൻസ്ട്രക്ടറായിട്ടുണ്ടായിരുന്നത്, കോച്ചായിട്ട്. അപ്പോൾ കോച്ചിന് ഏറ്റവും നന്ദി പറയേണ്ടത്. പിന്നെ ജിമ്മ്, ഞങ്ങളുടെ സിയോൺ ജിമ്മ് ഇപ്പോഴത്തെ ഏറ്റവും ടെക്നിക്കൽ മോഡലായിട്ടുള്ള ജിമ്മാണ്. എനി ടൈം 24 hours വർക്കിങ്ങുള്ള ജിമ്മാണ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ചങ്ങരകുളം സിയോൺ ഫാമിലി ഫിറ്റ്നസ് സ്റ്റുഡിയോയിലാണ് വിനോദ് ബോഡി ബിൽഡിംഗ് പരിശീലനം നേടിയത്. നമ്മളെ സിയോൺ പോർഷെ ഫാമിലി ഫിറ്റ്നസ് സ്റ്റുഡിയോ നേതൃത്വത്തിൽ നമ്മളെ വിനോദ് വിജയൻ തണ്ടിലത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 90+ കാറ്റഗറിയിലാണ് പങ്കെടുത്തത്. വളരെയധികം നല്ലൊരു പെർഫോമൻസാണ് നമ്മളെ വിനോദ് കാഴ്ചവെച്ചത്. സെക്കൻഡ് പ്രൈസ്. അതിന് മുന്നേ പാലക്കാട് ജില്ലയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ കഴിഞ്ഞു. പ്രാവശ്യം നമുക്ക് മലപ്പുറം ജില്ലയിലായതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു മത്സരം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡ് പ്രൈസ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 124 മാസം കൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നടത്താൻ കഴിഞ്ഞത്. വളരെ നല്ല ഹാർഡ് വർക്ക് നമ്മുടെ വിനോദിൻ്റെ കയ്യിൽ നിന്നും. വിനോദ് 4 മാസം കൊണ്ട് വളരെ ഹാർഡ് വർക്ക് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സെക്കൻഡ് പ്രൈസ് നേടാൻ കഴിഞ്ഞത്. ഇതിനു മുമ്പും നിരവധി ചാമ്പ്യൻഷിപ്പുകളിൽ വിജയിയായിട്ടുണ്ട് ഇദ്ദേഹം. മാന്തടം തണ്ടിലത്ത് കേബിൾ നെറ്റ്വർക്ക് ഉടമയാണ് വിനോദ്. NCV ന്യൂസ്, ചങ്ങരകുളം. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.